എറണാകുളം മൂവാറ്റുപുഴയിൽ ആംബുലൻസിനെ കടത്തിവിടാതെ കാർ ഓടിച്ച സംഭവം ഇന്ന് 24 വാർത്തയാക്കിയിരുന്നു. അതിലിപ്പോൾ കാർ ഉടമ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അടിയന്തരമായി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സൈഡ് നൽകാൻ കഴിയാതിരുന്നത്. ആശുപത്രിയിൽ ഉടൻ എത്തുന്നതിന് വേണ്ടിയാണ് വേഗത്തിൽ പോയതെന്നും ദീപേഷ് എന്ന കാർ ഉടമ പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ്. PK ഗോപി എന്നാണ് പേര്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അച്ഛന് ക്യാൻസർ ബാധിച്ച് നട്ടലിന് പൊട്ടലുകളുള്ള വളരെ സീരിയസോടുകൂടി പോകുന്ന വഴിയാണ്. അതിനിടയിലാണ് ആംബുലൻസിൻ്റെ ഇത് സംഭവിച്ചത്. അതിനുശേഷം ആംബുലൻസിനെ കയറ്റിവിടുകയും ആംബുലൻസിൻ്റെ ഡ്രൈവറോട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ കുറച്ച് ഭാഗത്തെ വീഡിയോകൾ മാത്രം എടുത്തിട്ടാണ് അത് സ്പ്രെഡാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഇപ്പോൾ കാർ ഉടമയാണ്, ദീപേഷ് എന്ന കാർ ഉടമയാണ് 24നോട് സംസാരിച്ചത്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ദീപേഷ് പറയുന്നത്? പ്രജിൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിനെ ഇത്തരത്തിലേക്ക് തടഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു ദൃശ്യം പുറത്തു വന്നത്. ആ ദൃശ്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി വാഹന ഉടമ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ അച്ഛന് വലിയ രീതിയിലുള്ള അസുഖമുണ്ടായിരുന്നു. ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ആംബുലൻസ് പുറകിൽ വന്നത്. ഇത് രണ്ടും ഒരേ അവസ്ഥയിലായതുകൊണ്ട് പെട്ടെന്ന് പോവുകയായിരുന്നു ചെയ്ത്. ആംബുലൻസ് വഴിയിൽ തന്നെ ഹോൺ അടിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് വാഹനത്തിന് സൈഡ് നൽകുകയും ആംബുലൻസ് ഡ്രൈവറുമായി സംസാരിച്ച് അത് ധാരണയിലെത്തിയെന്നും പറയുന്നു. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത മുന്നോട്ട് പോകുമ്പോൾ അത് തങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നുവെന്നും ദീപേഷ് 24നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിനും ഇത്തരത്തിലേക്ക് മൊഴി നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദീപേഷ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിയിലേക്കും ആ രോഗിയും ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസിനായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രജിത്, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.